ആധുനിക പെന്തിക്കോസ്ത് പ്രസ്ഥാനം, അതിൻ്റെ ഉത്ഭവവും വളർച്ചയും. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന യഹോവയായ ദൈവം യോവേൽ പ്രവാചകനിൽ കൂടി അരുളിച്ചെയ്തു. പെന്തക്കോസ്ത് നാളിൽ യേശു കർത്താവിൻ്റെ കൽപ്പന പ്രകാരം യെരുശലേമിൽ കാത്തിരുന്ന 120 ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്ന് ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ തുടങ്ങി. അന്നേ ദിവസം ദൈവസഭയുടെ ആരംഭവുമായി. പുതിയ നിയമസഭയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ പ്രവർത്തിച്ചു. ആദ്യകാല അനുഭവങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വ്യക്തമായി വിവരിച്ചിരിക്കുന്നു. നാമധേയത്വം, മാനുഷിക ഉപദേശങ്ങൾ, തത്വജ്ഞാനം, പാരമ്പര്യം തുടങ്ങിയവ സഭയിൽ പ്രബലപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയും പ്രവർത്തനവും സഭയിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരുന്നു. 3-ാം നൂറ്റാണ്ടിന് ശേഷം വിവിധ കാലയളവുകളിൽ സമർപ്പിക്കപ്പെട്ട ചില ജീവിതങ്ങളിന്മേൽ പരിശുദ്ധാത്മാവ് കടന്നു വരികയും ദൈവപ്രവൃത്തി വെളിപ്പെടുകയും ചെയ്തു. എന്നാൽ സഭായുഗത്തിൻ്റെ അന്ത്യകാലത്തോടടുത്ത വേളയിൽ, കൃത്യമായി പറഞ്ഞാൽ 1901 ജനുവരി മാസം 1-ാം തീയതി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനും നിറവിനുമായി അതിവാഞ്ചയോടെ ഒരുങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദൈവമക്കളുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ചു. അങ്ങനെ ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ ആധുനിക പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവമായി. ആധുനിക പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ആരംഭ ദിവസം മുതൽ ഈ നവീന ഉപദേശത്തോട് എതിർപ്പും പെന്തക്കോസ്ത് അനുഭവം പ്രാപിച്ച ദൈവമക്കളുടെ നേരെ കഠിനമായ പീഡയും ഉണ്ടാകുവാനിടയായിട്ടുണ്ട്. ഈ നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് സത്യങ്ങൾക്ക് വേണ്ടി 10,000 രക്തസാക്ഷികളാകേണ്ടി വന്നിട്ടുണ്ട്. ഭരണകൂടങ്ങളും സാമുദായിക പ്രമാണികളും വ്യക്തികളും കൂട്ടങ്ങളും ഈ മാർഗക്കാരെ എന്നും അവിടെയായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രസ്ഥാനം പോലെ അതിശീഘ്രം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് ലോകത്തിലില്ല. വളർച്ചയ്ക്ക് ആയുധങ്ങളോ സ്വാധീനമോ നിർബന്ധമോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ സംഘാടകനും പണിക്കാരനും നായകനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. 1990 ആയപ്പോഴേക്കും ക്രൈസ്തവ ലോകത്തിൽ റോമൻ കത്തോലിക്ക സഭ കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും വലിയ ഗ്രൂപ്പായി പെന്തക്കോസ്ത് കാരിസ്മാറ്റിക് സംഘം വളർന്നു. ക്രൈസ്തവരുടെ ഇടയിൽ എണ്ണത്തിൽ 2-ാം സ്ഥാനത്തായിരുന്ന ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങളെ പിന്നിലാക്കി പെന്തക്കോസ്ത് സമൂഹം 2-ാം സ്ഥാനത്തെത്തി. പെന്തക്കോസ്ത് സഭകളുടെ പ്രവർത്തനം ഇപ്പോൾ 230 രാജ്യങ്ങളിൽ ശക്തമായി നടക്കുന്നുണ്ട്. പെന്തക്കോസ്ത് കാരിസ്മാറ്റിക് സംഘത്തിൽ 29% പാശ്ചാത്യരും 71% പാശ്ചാത്യരല്ലാത്തവരുമാണ്. സഭാ വളർച്ചാ ഗവേഷകരുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 190 ലക്ഷം പേർ ഓരോ വർഷവും പെന്തക്കോസ്ത് കാരിസ്മാറ്റിക് ഗ്രൂപ്പിനോട് ചേരുന്നു. അതായത് 54,000-ലധികം ജനങ്ങൾ ഓരോ ദിവസവും ഈ വിഭാഗത്തിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നു. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ആരംഭവും വളർച്ചയും ആണ് ഞങ്ങൾ ചില എപ്പിസോഡുകളിലായി ഈ യൂട്യൂബ് ചാനലിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അസൂസ സ്ട്രീറ്റിൽ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ അത് പടർന്ന് പന്തലിച്ച് ഇന്നത്തെ നിലയിൽ എത്തി നിൽക്കുന്നു. കൂടുതൽ ചരിത്രപരമായ കാര്യങ്ങൾ അറിയുവാനും പെന്തക്കോസ്ത് സഭ എന്താണെന്ന് മനസ്സിലാക്കുവാനും നിങ്ങളെ ഞങ്ങൾ ഈ ചാനലിലേക്ക് ക്ഷണിക്കുന്നു. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു.